പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അറിവ്, മുൻനിർണയം, ഫോർ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ദ പ്രീഡെസ്റ്റിനേഷൻ. ഏറ്റവും അധികം ആശയക്കുഴപ്പവും ചിന്താക്കുഴപ്പവും ഉള്ള ഒരു സബ്ജക്റ്റാണ് ഈ രണ്ട് വിഷയവും. ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. അത് അവൻ്റെ മുൻ അറിവിലാണ് അവൻ മുൻ നിയമിച്ചിരിക്കുന്നത് എന്ന ആ ചിന്ത ഏത് നിലയിലാണ് ബൈബിള് പഠിപ്പിക്കുന്നത്, അതിലെ ആശയക്കുഴപ്പം എന്താണ്? അപ്പം നമുക്ക് തിരുവചനത്തിൽ ഈ കാര്യങ്ങൾ വളരെ വിശദമായി അനേക വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ബൈബിൾ ക്ലാസ്സാണ്, വളരെ സാവകാശം പോകുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആണ് ഇത് കേൾക്കാനും ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാനും വളരെ സാവകാശം വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് ഒരു പ്രസംഗത്തിൻ്റെ ചുടലതയൊന്നും ഇല്ലാതെയായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നത്. ദൈവം ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് മുന്നറിഞ്ഞിട്ടുണ്ട്. ദൈവം ആരംഭത്തിൽ തന്നെ അവസാനവും കണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആട്രിബ്യൂട്ട്സുകൾ പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരംഭത്തിൽ തന്നെ അവസാനവും സകലതും അവന് മുമ്പിൽ നഗ്നതും മലർന്നതുമായിരിക്കും. അവൻ എല്ലാ ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത്, അവൻ്റെ ചിന്ത, അവൻ്റെ തീരുമാനം, അവൻ്റെ ഇച്ഛയിലെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് ആരൊക്കെ രക്ഷിക്കപ്പെടും, ആരൊക്കെ രക്ഷിക്കപ്പെടത്തില്ല, ആരൊക്കെ വിശ്വസിക്കും, ആരൊക്കെ വിശ്വസിക്കത്തില്ല എന്നത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവത്തിന് മുന്നറിവുണ്ട് എന്നത് ഒരു തെറ്റായ കാര്യമല്ല. മറിച്ച് ദൈവത്തിന് മുന്നറിവില്ല എങ്കിൽ ദൈവമല്ല. അപ്പം എൻ്റെ അനുസരണവും എൻ്റെ അനുസരണക്കേടുമൊക്കെ അവൻ സമയത്തിന് മുമ്പേ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫോർ നോളജ് എന്നത് ഒരു എററല്ല. അവൻ സമയത്തിന് വെളിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നോക്കി മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കും തീരുമാനം എടുക്കുന്നെന്നുള്ളത് അവൻ അറിഞ്ഞു. ആ മുന്നറിവിൽ നിന്നും അവൻ മുൻനിർണയിച്ചിട്ടുണ്ട്. മുൻനിർണയിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു നിർണയം അവനുണ്ട്. അറിഞ്ഞു, നിർണയിച്ചു. ദൈവം തൻ്റെ പരമാധികാരത്തിൽ തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ കുറെ പേരെ രക്ഷിക്കപ്പെടാൻ വേണ്ടി തൻ്റെ ഇഷ്ടം പോലെ തൻ്റെ പരമാധികാരത്തിൽ സോവറൻ വില്ലിൽ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ദൈവം രക്ഷാ പദ്ധതി തൻ്റെ പരമാധികാരത്തിൽ മുൻ ഓർഡൈൻ ചെയ്തതാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവരെ താൻ തൻ്റെ പരമാധികാരത്തിൽ ഓൾറെഡി തിരഞ്ഞെടുത്ത് വെച്ചിട്ടില്ല. ആരൊക്കെ വിശ്വസിക്കും എന്ന മുന്നറിവിൽ അവരെ മുൻ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുൻ അറിവും ദൈവത്തിൻ്റെ മുൻ നിർണയവും അവനിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പിന്നെ ദൈവമായിരിക്കത്തില്ല. നാം ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ദൈവം മുന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അവന്റെ അറിവ് മാറത്തില്ല. അവൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യം അവൻ അറിഞ്ഞത്. അപ്പൊ അവൻ അറിഞ്ഞുവെങ്കിൽ അത് സംഭവിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മുന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നിർണയിക്കപ്പെട്ടു, അത് സംഭവിക്കപ്പെട്ടു. അതുകൊണ്ട് ആ കാര്യം അവൻ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അവനെ സംബന്ധിച്ച് അത് സംഭവിച്ച കാര്യമാണ്. ഓൾറെഡി എൻ്റെ രക്ഷയും എൻ്റെ സ്നാനവും എൻ്റെ വീണ്ടെടുപ്പും എല്ലാം അവൻ സമയത്തിന് വെളിയിൽ നിന്നുകൊണ്ട് സമയത്തിന് അതീതനായതുകൊണ്ട് പാസ്റ്റും പ്രസന്റ് ഫ്യൂച്ചറും എല്ലാം അവനിൽ ഒന്നായിരിക്കുന്നുണ്ട്. അവൻ അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു നിർണയം ദൈവത്തിനുണ്ട്. ആ ഒരു ചിന്തയിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ അത് ഏത് നിലയിലാണ് ഒരു തെറ്റായ ഉപദേശമാകുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പം ദൈവം എന്നെ മുന്നമേ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അല്ല, ഞാൻ രക്ഷിക്കപ്പെടും എന്നത് അവൻ മുന്നമേ അറിഞ്ഞതുകൊണ്ട് എന്നെ നിർണയിച്ചിരിക്കുന്നു. ഇത് വേദപുസ്തകത്തിലെ
ഈ വിഷയം സംബന്ധിച്ചുള്ള അനേക പഠിപ്പിക്കലുകളിൽ നിന്നും എനിക്ക് കുറെ കൂടെ ദൈവവചനത്തോടും പ്രായോഗിക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തോടും ചേർത്ത് വെച്ചാൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ചിന്തയാണ്. ഓക്കെ, നമുക്ക് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഈ മുന്നറിവ് എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:64 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞു. അപ്പോൾ ദൈവത്തിന് യേശു ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ തന്നെ അവന് മുന്നമേ അറിയാമായിരുന്നു ആരാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നത്, ആരാണ് തന്നെ വിശ്വസിക്കുന്നത്, ആരാണ് വിശ്വസിക്കാത്തവർ എന്ന് ആദ്യം മുതലേ അറിയും. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് മുന്നമേ അറിയാം എന്നത് ഒരു എററല്ല. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 8:29-30 വാക്യങ്ങളാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചു. അപ്പം മുന്നറിഞ്ഞവരെയാണ് മുൻ നിയമിച്ചത്. ഈ 8:29-30 വാക്യത്തിന് 3 പ്രധാന വ്യാഖ്യാനങ്ങളുണ്ട്. ആ 3 വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീട് നാം ക്ലാസ്സിൽ ചിന്തിക്കും. എന്നാൽ പ്രധാനമായിട്ടും അതിലെ ഒരു പഠിപ്പിക്കലാണ് അവൻ മുന്നോട്ട് നോക്കി കാര്യങ്ങളെ കണ്ടു, ആ അറിവിൽ അവൻ അവരെ മുൻ നിയമിച്ചു. ബാക്കി 2 പഠിപ്പിക്കലുകളും പിന്നീട് പരാമർശിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നു എന്നതുകൊണ്ട് ഈ വാക്യം തെറ്റിപ്പോകുന്നൊന്നുമില്ല. ദൈവം മുന്നമേ അറിഞ്ഞു, അവരെ ദൈവം മുൻ നിയമിച്ചു, അവരെ വിളിച്ചും വിശുദ്ധീകരിച്ചും തേജസ്കരിച്ചും മഹത്വീകരിച്ചും ഇരിക്കുന്നു. കാരണം കർത്താവിന്റെ അറിവിൽ അത് സംഭവിച്ചത് കൊണ്ട് ദൈവത്തിന്റെ കാഴ്ചയിൽ അത് പൗലോസ് എഴുതുകയാണ്. ഇനി മുന്നറിവ് എന്ന പദം വരുന്നത് പ്രധാനമായിട്ടും 1 പത്രോസ് 1:2 വാക്യമാണ്. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. എലക്ട് അക്കോർഡിംഗ് ടു ദ ഫോർനോളജ് ഓഫ് ഗോഡ് ദ ഫാദർ, മുന്നറിവിനൊത്തവണ്ണം. അപ്പം ദൈവം നമ്മളെ എലക്ട് ചെയ്തിരിക്കുന്നത് തന്റെ മുന്നറിവിന് ഒത്തവണ്ണമാണെന്ന് പത്രോസും പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുന്നറിവുണ്ട് രക്ഷിക്കപ്പെടുന്നവരാരൊക്കെയാണ്. ഇനിയും നമുക്ക് 2 തിമോത്തി 2:19 അവിടെ എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. അപ്പോൾ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതിന് മാറ്റമില്ല, അത് നിലനിൽക്കുന്ന സത്യമാണ്. ദൈവം അറിഞ്ഞില്ലെങ്കിലാണ് ഇപ്പം നമുക്ക് ഒരു പ്രശ്നമുള്ളത്. ദൈവം മുന്നമേ അറിഞ്ഞു എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ ദൈവം എല്ലാം മുന്നമേ അറിഞ്ഞ് തന്റെ ഇഷ്ടത്തിലെല്ലാം ചെയ്തു വെച്ചിരിക്കുകയല്ല. ദൈവം മുന്നമേ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. ഈ രണ്ടും നമ്മളെ സംബന്ധിച്ച് പ്രോബ്ലം. ദൈവം മുന്നമേ അറിഞ്ഞു എന്നതും നമുക്ക് ദുരുപദേശമായിട്ട് തോന്നും. ദൈവം നമ്മളെ മുന്നമേ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുന്നമേ ഒന്നും അറിയത്തില്ല, അപ്പൊ അവൻ എങ്ങനെയാ ദൈവമാകുന്നത്? അതും നമുക്ക് പ്രശ്നം. അപ്പോൾ ദൈവത്തിന്റെ സ്ഥായിയായ ആ ആട്രിബ്യൂട്ട്സ്, സർവജ്ഞാനി എന്ന ആ ആട്രിബ്യൂട്ട്സിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് പഠിക്കുന്നതെങ്കിൽ ദൈവം മുന്നമേ അറിഞ്ഞു. അപ്പം ഈ 4 വാക്യങ്ങൾ ദൈവത്തിനൊരു മുന്നറിവ്, രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ. അല്ലാത്ത മുന്നറിവ്, വേറെ പല കാര്യങ്ങളെക്കുറിച്ച് കർത്താവിന് മുന്നറിവുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചുള്ള തന്റെ മുന്നറിവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 4 വാക്യങ്ങളാണ് വായിച്ചത്. ഇനിയും ദൈവത്തിന് മുൻ നിർണയം അങ്ങനെ നിർണയിച്ചു വെച്ചിട്ടുണ്ടോ ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ? ഞാൻ പേഴ്സണൽ സാൽവേഷൻ, വ്യക്തിപരമായ രക്ഷയോടുള്ള ബന്ധത്തിലാണ് ഈ മുന്നറിവും പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എറ്റേണൽ പർപ്പസിനോടുള്ള ബന്ധത്തിലല്ല. അപ്പൊ ഇവിടെ ദൈവത്തിനൊരു മുൻ നിർണയമുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിലാണ് ഈ ഭാഗം വായിക്കുന്നത്. ദൈവം മുൻ അറിയുക മാത്രമല്ല, നിർണയിച്ചിരിക്കുന്നു. എഫേസ്യർ 1:4
നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കലവും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പം നമ്മെ ടൈമിന് വെളിയിൽ എറ്റേണിറ്റിയിൽ തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ അറിഞ്ഞിട്ടുണ്ട് എന്നൊരിടത്ത് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു ലോകസ്ഥാപനത്തിനു മുമ്പ്. അപ്പൊ നിങ്ങളുടെ രക്ഷ എറ്റേണിറ്റിയിൽ സംഭവിച്ചത്, സമയത്തിന് വെളിയിൽ സംഭവിച്ചത്, ദൈവം അത് ഓൾറെഡി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ 6 ഈ മുൻ നിയമിച്ചു എന്ന വാക്ക് വരുന്നുണ്ട്. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തെ നമ്മെ മുൻ നിയമിച്ചു. തന്റെ പുകഴ്ചയ്ക്കായി അവൻ മുൻ നിയമിച്ചു. 9-ാമത്തെ വാക്യത്തിൽ അതിനാൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അവിടെ ഒരു മുൻ നിർണയത്തെ കുറിച്ച് പറയുന്നു. 11 അവനിൽ നാം അവകാശം പ്രാപിച്ചും തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കാകേണ്ടതിന് അവിടെയും മുൻ നിയമിക്കപ്പെട്ടു. അപ്പൊ 4, 6, 9, 11 വാക്യങ്ങൾ പ്രധാനമായും നാം ജനിക്കുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ രക്ഷ മുൻ നിയമിക്കപ്പെട്ടു. അപ്പൊ ഒരിടത്ത് മുൻ അറിവ്, ഒരിടത്ത് മുൻ നിയമനം. അപ്പോൾ ഈ നിയമനം തന്റെ സ്വേച്ഛാധികാരത്തിൽ സംഭവിച്ചതല്ല, തന്റെ പരമാധികാരത്തിൽ. ബൈബിളിൽ നമ്മൾ വായിച്ചല്ലോ, അവന് സകലതും ചെയ്യാൻ കഴിയും, അവന്റെ ഇഷ്ടത്തോട് ആരെതിർത്ത് നിൽക്കും എന്നൊക്കെ നമ്മൾ ദൈവത്തിന്റെ ഡിഗ്രിയെ കുറിച്ച് പഠിച്ചപ്പോൾ, ദൈവത്തിന്റെ സോവറൻ വില്ലിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ആ അധികാരം വെച്ച് കുറെ പേരെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് രക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാമല്ല. കാരണം ദൈവം മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള ശേഷി കൊടുത്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തിട്ടില്ല. കാരണം മനുഷ്യന് ഫ്രീ വില്ലില്ല. മനുഷ്യന് വില്ലുണ്ട്, ഇച്ഛയുണ്ട്. അപ്പം ദ കപ്പാസിറ്റി ടു ചോയ്സ്, തെരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. മരണമാകട്ടെ, ജീവനാകട്ടെ, നന്മയാകട്ടെ, തിന്മയാകട്ടെ, എന്താണേലും അവന് ഒരു പരിധിക്കകത്ത് നിന്ന് തെരഞ്ഞെടുക്കാൻ, ഏതും തെരഞ്ഞെടുക്കാനുള്ളതല്ല, ഈ ഭൂമിയിൽ അവനായിരിക്കുന്ന വീണ അവസ്ഥയിൽ നിന്നുകൊണ്ട്, ലിമിറ്റഡ് ആയ അവന്റെ അറിവിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുക്കാനുള്ള ശേഷി, പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ഈ മോറൽ വില്ല്, ദൈവത്തിന്റെ നമ്മളോടുള്ള ദൈവത്തിന്റെ റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവിക കാര്യങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ആ കപ്പാസിറ്റി, ആ ചോയ്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ഫ്രീ ചോയ്സ് തന്നിട്ടുണ്ട്, ഫ്രീ വില്ല് തന്നിട്ടില്ല. ഫ്രീ വില്ല് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഈ ഇച്ഛ, നമ്മുടെ ഇച്ഛ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി, മനുഷ്യന്റെ വിൽ. ഇനി മനുഷ്യർ ഫ്രീ വിൽ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്റെ വായിലും വന്നാൽ ക്ഷമിക്കണം. അങ്ങനെ ഒരു ഇച്ഛ, ആ ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയെ കുറിച്ച് നാം മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും. അങ്ങനെ ഒരു ഇച്ഛാശക്തി കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയെ ഏതെങ്കിലും വിധത്തിൽ ദൈവം അവഗണിക്കുകയോ അതിനെ ദൈവം കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിനെ ദൈവം കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സ്വേച്ഛാധിപതിയായി ദൈവം നമ്മളുടെ ഇച്ഛാശക്തിയെ അവഗണിച്ചുകൊണ്ട് കുറച്ചുപേരെ രക്ഷയിലേക്കും കുറച്ചുപേരെ ശിക്ഷയിലേക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാനുള്ള നമ്മുടെ ആ കഴിവിനെ തൃണവൽഗണിച്ചുകൊണ്ട് പരിഗണിക്കാതെ കുറെ പേരെ സ്വർഗത്തിലേക്കും കുറെ പേരെ നരകത്തിലേക്കും ദൈവം അയക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനമുണ്ട്, ഒരു തിയോളജി ഉണ്ട്. എന്നാൽ ദൈവം രക്ഷിക്കാനുള്ള, നമുക്ക് മാനസാന്തരവും വിശ്വാസവും ഉളവാക്കുന്ന ദൈവകൃപ നമുക്ക് നൽകിക്കൊണ്ട് നാം ആ ദൈവകൃപയോട് പ്രതികരിക്കണമെന്നും ആ പ്രതികരിച്ച് നാം നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വതന്ത്രമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ റെസ്പോൺസാണ്, പ്രതികരണമാണ് രക്ഷ എന്നതാണ് വേദോസ്തവം പഠിപ്പിക്കുന്നത്. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, മാനസാന്തരവും വിശ്വാസവും ഉളവാക്കുന്ന ദൈവകൃപയെ ആരൊക്കെ സ്വീകരിക്കുമെന്നും രക്ഷയ്ക്കുളവാക്കുന്ന ദൈവത്തിന്റെ ആ രക്ഷാപദ്ധതിയോട് ആരൊക്കെ പ്രതികരിക്കുമെന്നും ദൈവത്തിന് മുൻകൂട്ടി അറിയാം. അപ്പം നമ്മുടെ ഇച്ഛയെ
ദൈവം കൺട്രോൾ ചെയ്തുകൊണ്ടല്ല രക്ഷാപദ്ധതി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവന് പുത്രന്മാരെ വേണമെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കണം. അങ്ങനെ ആരൊക്കെ ആ ദൈവിക രക്ഷാകരമായ ദൈവകൃപയെ സ്വീകരിക്കും, അതിനോട് പ്രതികരിക്കുമെന്ന് ദൈവം മുൻകൂട്ടി അറിഞ്ഞിട്ട് അവരെ കർത്താവ് മുൻ നിയമിച്ചു. അപ്പം മുൻ നിയമനത്തിന്റെ ഭാഗം എഫേസ്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. 2 തിമോത്തിയോസ് 1:9 2 തിമോത്തിയോസ് 1:9 ഒരു മുൻ നിർണയം എഴുതിയിട്ടുണ്ട്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശു നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്കും ഒത്തവണ്ണം മാത്രം. അപ്പോൾ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് സകലകാലത്തിനു മുമ്പ് യേശു ക്രിസ്തുവിൽ, എന്റെ പ്രവർത്തികൾ കൊണ്ടല്ല, സകലകാലത്തിനു മുമ്പ് യേശു ക്രിസ്തുവിൽ താൻ നിർണയിച്ചിരിക്കുന്ന നിർണയത്തിന് ഒത്തവണ്ണമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയും ദൈവം മുന്നമേ ഒരു പ്രവൃത്തി, എന്റെ പ്രവൃത്തികൾ നിമിത്തമല്ല, രക്ഷിക്കപ്പെടാൻ എനിക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയത്തില്ല, ദൈവം ചെയ്ത പ്രവൃത്തിയോട് പ്രതികരിക്കുക, അതിനെ സ്വീകരിക്കുക വിശ്വാസത്താൽ എന്നത് മാത്രമാണ്. അപ്പോൾ ദൈവം ഓൾറെഡി നമ്മെ ഈ ഒരു നിർണയത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാം പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 തിമോത്തിയോസ് 1:9-10 വാക്യങ്ങളാണ് വായിച്ചത്. ഇനി 2 തെസ്സലോനിക്കർ 2:13 മുൻ നിർണയം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് സത്യത്തിന്റെ വിശ്വാസത്തിന് രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓൾറെഡി ദൈവം ക്രിസ്തുവിൽ നമ്മെ രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. അപ്പോൾ ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട അന്നു മുതലല്ല കർത്താവ് അറിഞ്ഞിരിക്കുന്നത്, ആദ്യം മുതൽ തന്നെ ദൈവം രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ വാക്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളെ ഓൾറെഡി നിർണയിച്ചിരിക്കുന്നു, ഓൾറെഡി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, ഓൾറെഡി മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ 2 ഭാഗമാണ് വായിച്ചത്, മുന്നറിവ്, മുൻ നിയമനം. ഈ ദൈവം മുന്നമേ ഒരു കാര്യം അറിയുന്നു എന്നത് ഒരു തെറ്റല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ദൈവം മുന്നമേ അറിഞ്ഞതുകൊണ്ടല്ല ഞാൻ വിശ്വസിച്ചത്, ഞാൻ വിശ്വസിക്കുന്നതാണ് ദൈവം മുന്നമേ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാനുള്ള കാരണം ദൈവം എന്നെ മുന്നറിഞ്ഞു എന്നതുകൊണ്ടല്ല. നാം വിശ്വസിച്ചത് ദൈവം മുന്നമേ അറിഞ്ഞതുകൊണ്ടല്ല, നാം വിശ്വസിക്കുമെന്നത് ദൈവത്തിന് മുന്നമേ അറിയും. അപ്പം ദൈവത്തിന്റെ മുന്നറിവ് ആരെയും അവരുടെ ഇച്ഛയെ അവരുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ ഫോഴ്സ് ചെയ്യുന്നില്ല, അവരുടെ വില്ലിനെ, അവരുടെ ഇച്ഛയെ ഒരു വിധത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അവന്റെ മുന്നറിവ്, അവൻ മുന്നമേ അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഒരാള് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ, യെസ്, ഇദ്ദേഹം ലോകസ്ഥാപനം മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, ഇദ്ദേഹം ദൈവത്തിന്റെ മുന്നറിവിൽ ഉണ്ടായിരുന്നു, ദൈവം ഇദ്ദേഹത്തെ മുൻ നിയമിച്ചു. അയാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ മുന്നറിവ് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ പ്രതിഫലനം, ഔട്ട്കം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞു. ഓക്കെ, ഈ ഒരു കാര്യം അറിയുക എന്നത് ആ കാര്യം തീരുമാനിച്ച് ദൈവം വെച്ചു പരമാധികാരത്തിൽ അല്ലെ സ്വന്തം ഇഷ്ടത്തിൽ എന്ന് പ്രൂവ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു മലയുടെ മുകളിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അദ്ദേഹത്തിന് ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴ്വാരം മുഴുവനും കാണാൻ പറ്റും. താഴ്വര അദ്ദേഹത്തിന് മുമ്പിൽ വിശാലമായ ഒരു ഭൂപ്രദേശം തനിക്ക് കാണാം വ്യക്തമായി. അപ്പോൾ താഴെ കൂടെ വരുന്ന റോഡ്, അങ്ങനെ മലയുടെ മുകളിലോട്ട് താഴേന്ന് വരുന്ന റോഡ്, ആ റോഡ് തിരിയുന്ന ഭാഗങ്ങളെല്ലാം തന്റെ കണ്ണിന് മുമ്പിൽ വ്യക്തമാണ്. ഒരു കാറ് ആ താഴെ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ആ കാറ് വ്യക്തമായിട്ട് കാണും. ഉദാഹരണങ്ങളൊക്കെ വിശദീകരണത്തിന് ആണ്, സ്ഥാപിക്കാനല്ല, കാര്യങ്ങളെ കുറെ കൂടെ വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഉദാഹരണത്തിൽ അതിൽ തന്നെ അതിന്റെ പരിമിതിയുണ്ട്. ഈ കാർ ഇങ്ങനെ കയറി വരുമ്പോൾ ഈ റോഡ് 2 ആകുകയാണ്. ഒന്ന് വനത്തിലേക്ക് പോകുന്ന റോഡാ, ഒരു ജംഗിളിലേക്ക് പോകുന്ന റോഡാ.
ഒന്ന് അവിടെ പട്ടണത്തിലേക്ക് പോകുന്ന റോഡാണ്. ഈ കാറ് ഈ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിൽ വന്നപ്പോൾ പൊടുന്നനെ ഇടതുവശത്തുള്ള റോഡേ കൂടെ അത് പട്ടണത്തിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറി. വലതുവശത്ത് വനത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അല്ല, ഇടത്തുവശത്ത് പട്ടണത്തിലേക്ക് പോകുന്ന റോഡിലേക്ക് ആ കാറ് തിരിച്ചു. അപ്പോൾ മുകളിൽ നിൽക്കുന്ന മനുഷ്യന് ഒരു കാര്യം അറിയാം, ഈ കാർ മുന്നോട്ട് പോകുന്നത് പട്ടണത്തിലേക്കാണ്. ഇദ്ദേഹം മുകളിൽ നിന്ന് കണ്ടതുകൊണ്ടാണോ അവർ ഇടത്തോട്ട് തിരിച്ചത്? അല്ല. അവരുടെ കയ്യിലായിരുന്നു സ്റ്റിയറിംഗ്, അവരുടെ കയ്യിലാണ് ആക്സിലേറ്ററും ബ്രേക്കും എല്ലാം ഉണ്ടായിരുന്നത്. അവർ അവിടെ വന്നപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു. ഇടത്തോട്ടുള്ള വഴി ഡെസ്റ്റൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങോട്ടാ? പട്ടണത്തിലേക്ക്. അപ്പോൾ അത് ഓൾറെഡി പ്രീ ഡെസ്റ്റൈൻഡാ. ഇടത്തോട്ട് തിരിഞ്ഞ് ആ റോഡെ മുമ്പോട്ട് പോയാൽ നിങ്ങൾ എത്തുന്നത് പട്ടണത്തിലേക്കാണ്. പക്ഷെ അവർ ഇടത്തോട്ട് തിരിഞ്ഞ പട്ടണത്തിലേക്ക് എത്തുമ്പോൾ മുകളിൽ നിന്ന് സകലതും കണ്ട് അറിഞ്ഞ ഒരാളുടെ അറിവാണോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അതോ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്? അവർ തീരുമാനിച്ചു, അതുകൊണ്ട് അവർ അവിടെ എത്തിയത്. പക്ഷെ ഒരാൾ അത് മുന്നമേ അറിഞ്ഞു. അറിഞ്ഞയാൾ പറയുകയാണ്, അവർ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ നിലയിലാണ് ദൈവത്തിന്റെ അറിവ് നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഫ്രിഡ്ജ് തുറക്കുകയാണ്. അദ്ദേഹത്തിന് ബ്രെഡും മുട്ട ഓംലെറ്റും കഴിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം ഫ്രിഡ്ജ് തുറക്കുന്നത്. ഫ്രിഡ്ജ് തുറന്നു, പെട്ടെന്ന് പുള്ളിക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചു. പുള്ളി പെട്ടെന്ന് ബട്ടർ എടുത്തിട്ട് ബ്രെഡും ബട്ടറും കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം ഞാൻ തീരുമാനിച്ചത് മുട്ട ബ്രെഡും ഓംലെറ്റും കഴിക്കാനാണ്. പക്ഷെ പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ തീരുമാനം മാറ്റി. അങ്ങനെ പുള്ളി ബ്രെഡും ബട്ടറും കഴിക്കുകയാണ്. ഈ ബ്രെഡും ബട്ടറും അദ്ദേഹം കഴിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, അദ്ദേഹം ആ പർട്ടിക്കുലർ ഡേയിൽ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതെന്ന് ഒരു മാസം മുമ്പ് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എക്സാക്ട്ലി പറയും ബ്രെഡും ബട്ടറും ആണ്. ദൈവത്തിന് മുന്നമേ അറിയാം അവൻ എന്താണ് ആഹാരം കഴിക്കുന്നതെന്ന്. പക്ഷേ അദ്ദേഹം ബ്രെഡും ബട്ടറും കഴിച്ചത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനമാണ്. ആരും ഇൻഫ്ലുവൻസ് ചെയ്തില്ല. അവിടെ ദൈവം ഒരു വാക്യം പോലെ ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ല, നീ ഇന്ന് ബ്രെഡും ബട്ടറും കഴിക്കണമെന്ന് എന്റെ ഗീതമാണ്. പക്ഷേ ദൈവം ഓൾറെഡി അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ അറിവ് ഒരു നിലയിലും ആ മനുഷ്യൻ എന്ത് കഴിക്കണം എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സാണ്. അറിവ് നിർണയമാണ്, പക്ഷേ ദൈവത്തിന്റെ അറിവ് ആരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടല്ല ദൈവം അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അറിയാതിരിക്കുക എന്നതാണ് അവിടെ തെറ്റായ ഉപദേശം. അറിഞ്ഞു, നിർണയിച്ചു. അവിടെ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ, രക്ഷിക്കപ്പെടുമോ അതോ നിങ്ങൾ നശിക്കുമോ, കർത്താവ് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. അതാ നമ്മൾ വായിച്ച്, അവൻ ആരംഭത്തിൽ തന്നെ സകലവും അറിയുന്നു, എല്ലാ ഹൃദയങ്ങളെ അവൻ ഗ്രഹിക്കുന്നു. അവൻ അറിയാത്ത ഒരു കാര്യമുണ്ടോ? വിശ്വസിക്കുന്നവർ ആരെന്നും വിശ്വസിക്കാത്തവർ ആരെന്നും കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്നും അവൻ മുൻകൂട്ടി അറിയും. അപ്പോൾ അറിവ് ഒരു എററല്ല. സപ്പോസ് ഞാൻ ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കുന്നു. ഒരാൾ ഈ ജനൽ തുറന്ന് നോക്കുമ്പോൾ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് എന്നെ കാണാൻ മേല, എനിക്ക് അദ്ദേഹത്തെ കാണാൻ മേല, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസം പുള്ളി വന്നു, അതേ സമയത്ത് ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം വന്നു, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരാൾ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറയാ, അദ്ദേഹം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പുസ്തകം വായിക്കുന്നത് അദ്ദേഹം കണ്ടതുകൊണ്ടല്ല, അദ്ദേഹം കാണുന്നതായിട്ട് ഞാൻ അറിയുന്നുമില്ല. എന്റെ വ്യക്തിപരമായ താല്പര്യത്തിൽ ഞാൻ പുസ്തകം എടുത്ത് തുറന്നു വായിക്കുക. അയാൾ കാണുന്നു, അയാൾ അറിയുന്നു എന്നത് എന്റെ വായനയെ ബാധിക്കുന്നില്ല. ദൈവം പ്രസന്റിൽ ജീവിക്കുന്നു. ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ല. ദൈവം ഈ നിമിഷം എല്ലാത്തിനെയും അറിയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് അവൻ അറിയുന്നു. അവൻ അറിഞ്ഞത് നിങ്ങളെ ബാധിക്കുന്നില്ല. ഇതൊരു സിമ്പിൾ ലോജിക്കാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഈ ലോജിക്ക് ഈ വചനത്തിൽ ആപ്ലിക്കബിൾ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും ദൈവത്തിന്റെ ഈ മുൻ നിർണയം വെറുതെ തന്റെ ഇഷ്ടത്തിൽ എടുത്തതല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് വാക്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്.
1 പത്രോസ് 1:2 നാം ഇപ്പോൾ തന്നെ വായിച്ചൊരു വാക്കാണ്. അതായത് എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് എന്നെ രക്ഷിച്ചെടുത്തല്ല. കുറെ പേരെ നരകത്തിലേക്ക് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, കുറെ പേരെ സ്വർഗത്തിലേക്ക് തീരുമാനം. കാൽവിനിസ്റ്റമൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന. അപ്പം നമുക്ക് പ്രതികരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിനൊത്തവണ്ണം കുറെ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. 1:2 നമ്മളിപ്പോൾ ഓൾറെഡി വായിച്ചത്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ ദൈവം നിർണയിച്ചത് നാം എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടുള്ള മുന്നറിവാണ്. പിതാവായ ദൈവത്തിന് 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്തെ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാർക്ക് എഴുതുന്ന നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ മുന്നറിവ് എന്താണ്? ദൈവം മുന്നറിഞ്ഞത്. ദൈവം തന്റെ മുന്നറിവിൽ കുറെ പേരെ രക്ഷിക്കപ്പെടുമെന്ന് മുന്നറിഞ്ഞ് വെച്ചിരിക്കുകയല്ല, തീരുമാനിച്ചു വെച്ചിരിക്കുകയല്ല. ആ മുന്നറിവിന് എന്റെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പ്രതികരിച്ചു എന്നതാണ് ആ മുന്നറിഞ്ഞത്. എന്താ? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. അപ്പോൾ എന്റെ അനുസരണം, ആത്മാവിന്റെ വിശുദ്ധീകരണം, ഇത് രണ്ടും അതിനകത്ത് ആ മുന്നറിവ് വന്നിട്ടുണ്ട്. അപ്പൊ ദൈവം എന്താ അവിടെ? ത്രൂ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് സ്പിരിറ്റ് അണ്ടു ഒബീഡിയൻസ്. അപ്പൊ എന്താ? സുവിശേഷം ഒരാൾ പറയണം, കേൾക്കണം, കേട്ടിട്ട് അദ്ദേഹം അനുസരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ കൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കണം. അങ്ങനെ അദ്ദേഹം ചെയ്യേണ്ട ആ ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം മുന്നറിഞ്ഞത്. അപ്പൊ അറിവെന്താണ്? ഞാൻ എന്താണ് കർത്താവിന്റെ വചനത്തോട്, സുവിശേഷത്തോട് പ്രതികരിക്കുന്നത് എന്നത് അറിഞ്ഞാണ് ആ മുൻ നിയമനം നടന്നിരിക്കുന്നത്. അപ്പൊ മുൻ നിയമനം വെറുതെ കണ്ണുടച്ചല്ല കുറെ പേരെ തന്റെ പരമാധികാരത്തിൽ, മറിച്ച് അവിടെ അറിഞ്ഞവർ അവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്തു എന്നാ? ആത്മാവിന്റെ വിശുദ്ധീകരണവും അനുസരണവും കാണിക്കുക. അപ്പൊ ഇത് രണ്ടും ഉൾപ്പെട്ടുകൊണ്ടാണ് ദൈവത്തിന്റെ മുന്നറിവ്. ഇത് എന്നിൽ സംഭവിക്കുന്നത് അറിയാവുന്നത് കൊണ്ടാണ് അവൻ മുൻ നിയമിച്ചത്. എഫേസ്യ ലേഖനം 1 നമ്മൾ വായിച്ച വാക്യങ്ങൾ ഇനി വീണ്ടും തിരിച്ചു വരിക, അതിനെ മറ്റൊരു തലത്തിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക. നമ്മൾ ഈ 1:4, 6, 9, 11 ഇവിടെയൊക്കെ അവൻ മുൻ അറിഞ്ഞു, മുൻ നിയമിച്ചു, ഓൾറെഡി നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ മുൻ നിയമനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ മുൻ നിയമനം വെറുതെ അങ്ങ് മുൻ നിയമിക്കുകയല്ല. നമ്മുടെ പങ്കാളിത്തം അറിഞ്ഞുകൊണ്ട്, നമ്മുടെ അനുസരണം അറിഞ്ഞുകൊണ്ട്, നമ്മുടെ പ്രതികരണം അറിഞ്ഞുകൊണ്ടുള്ളതാണ് എന്ന് അതിന്റെ 12, 13 വാക്യങ്ങൾ വായിക്കാൻ മനസ്സിലാവും. 1 തൊട്ട് 11 വരെ നമ്മളെ സംബന്ധിച്ച് എല്ലാ സമയത്തിനു മുമ്പ് നടന്നു. പക്ഷേ 13, 14 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 12, 13 ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുക, അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പൊ മുന്നമേ തെരഞ്ഞെടുത്തു, മുൻ നിർണയിച്ചു, മുൻ നിയമിച്ചു എന്നെല്ലാം പറഞ്ഞ ശേഷം 13ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പൊ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിച്ചു, അവരാണ് മുൻ നിയമിക്കപ്പെട്ടത്. അപ്പൊ എന്റെ ഉത്തരവാദിത്വവും ദൈവത്തിന്റെ നിർണയവും ഒരുമിച്ച് വരുന്നു. ഇത് ആരൊക്കെ ഈ വചനം കേട്ട് ആരൊക്കെ വിശ്വസിക്കും എന്നുള്ള തന്റെ മുന്നറിവിലാണ് എഫേസ്യർ 1:4, 6, 9, 11 എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ 4, 6, 9, 11 എഫേസ്യർ 1 ഈ വാക്യങ്ങൾ വായിച്ചിട്ട് ദൈവം ഓൾറെഡി കുറെ പേരെ മുൻ നിയമിച്ചു വെച്ചിരിക്കുന്നു, എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ദൈവം തന്റെ സ്വേച്ഛാധികാരത്തിൽ, പരമാധികാരത്തിൽ എന്റെ ഇച്ഛയെ അവഗണിച്ചുകൊണ്ട് മുൻ നിർണയിച്ചിരിക്കുന്നു. അല്ല, അത് വായിക്കുമ്പോൾ അതിന്റെ അടുത്ത ഭാഗം പറയുന്നത് നിങ്ങൾ സുവിശേഷം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പം വിശ്വസിക്കുക, സുവിശേഷം കേൾക്കുക എന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആർ അംഗീകരിക്കും, ആർ അവഗണിക്കും എന്നത് മുന്നമേ അറിഞ്ഞുകൊണ്ട് ലോകസ്ഥാപനം മുൻപേ അവൻ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാം. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ചിന്തിക്കാം. ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കുള്ള കുറേയൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഈ വചനങ്ങൾ വായിക്കുന്നതിലൂടെ മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കൂടുതൽ നമുക്കിത് ഒരു ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി വചനം വായിക്കും. അപ്പം പഠിക്കുവാനുള്ളവർ ആ ഇൻട്രസ്റ്റോടെ ഇരിക്കുവാണെങ്കിലാണ് ഇത് പ്രയോജനപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു.